ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും മുഹമ്മദിന്റെ സ്ഥൈര്യവും എല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തി ആരുണ്ട് എന്ന ചോദ്യത്തിന് എൻ്റെ ഗുരുനാഥൻ എന്ന ഉത്തരമാണ് വള്ളത്തോൾ നൽകുന്നത്. ആ കവിതയിൽ എവിടെയും ഗാന്ധിയുടെ പേര് പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്. ഗാന്ധി ഈ പറഞ്ഞതുപോലെ തന്നെ, ഈ ഗുണങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെ ബഹുസ്വരതയുടെ ആളായിരുന്നു. ഇതിൽ വിശേഷിപ്പിച്ച ഓരോരുത്തരും, ഗാന്ധി മുതൽ ക്രിസ്തുദേവൻ വരെയുള്ളവർ, ഇന്ന് ഏറ്റവും അധികം വിമർശനങ്ങൾക്കാണ് ആയുർവേദവും. ഗാന്ധിയുടെ പര്യായമായിട്ട് ബഹുസ്വരത മാറുമ്പോൾ വൈദ്യശാസ്ത്രം എന്ന രീതിയിലുള്ള ബഹുസ്വരതയുടെ മറ്റൊരു നാമധേയമെന്ന് ആയുർവേദത്തെ വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി ഈ മാതൃഭൂമിയുടെ അക്ഷരോത്സവം എന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അക്ഷരം എന്നത് ഭാഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഭാഷ ആരുടെയും കുത്തകയല്ല, മറിച്ച് മനുഷ്യരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകാം. കോടിക്കണക്കിന് ആളുകൾ, 150 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന രീതിയിൽ ചൈനീസ് ഭാഷ നിൽക്കുമ്പോൾ 30-40 പേർ ഉപയോഗിക്കുന്ന ഭാഷ കേരളത്തിലെ വയനാടൻ ചുരങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ഭാഷയുടെ അർത്ഥത്തിനോ, എൻ്റെ ചോദ്യം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു, ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ, ബഹുസ്വരമായ ഒരു വൈദ്യശാസ്ത്ര സമൂഹത്തിൽ ആയുർവേദത്തിൻ്റെ പങ്ക് എന്ത് എന്ന് പ്രിയപ്പെട്ട മാധവൻകുട്ടി വാര്യർ സാർ പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. ഡോക്ടർ സുനീഷ് മോൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു, ഇന്ന് ഗാന്ധിജിയുടെ 77ാം ചരമദിനമാണ്. PS വാര്യരുടെ 82ാം ചരമദിനമാണ് ഇന്ന്. അദ്ദേഹം അന്തരിച്ചത് 1944 ജനുവരി 30-ാം തീയതിയാണ്. ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആയുർവേദവും സംസ്കാരവുമായിട്ടുള്ള ബന്ധം, മനുഷ്യനുണ്ടായ മുതൽക്ക് മനുഷ്യൻ്റെ അസുഖങ്ങളും അന്ന് മുതൽക്ക് അതിനുള്ള പ്രതിവിധികളും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ് ആയുർവേദം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. അതേപോലെ അന്നുണ്ടായിരുന്ന പ്രാക്ടീസ്, അത് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ള വസ്തുതകൾ അവർ രേഖപ്പെടുത്തി വെച്ചതാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആ കാലത്തിനും ഈ കാലത്തിനുമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇത് മനുഷ്യൻ്റെ പുരോഗതിക്കനുസരിച്ച് വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ആദ്യകാലത്തെ സംഹിതകളും പിന്നീട് വന്ന സംഹിതകളും കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ആദ്യം പറയാത്ത പല കാര്യങ്ങളും പുതിയ സംഹിതകളിൽ പറയുന്നുണ്ട്. അതിനർത്ഥം അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ശരിക്ക് ഒരു രോഗ പ്രതിരോധ സംവിധാനം മാത്രമല്ല, രോഗചികിത്സ മാത്രമല്ല, രോഗം വരാതിരിക്കാനും പോസിറ്റീവ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും കൂടി ഉപദേശിക്കുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആയുർവേദം. ഇക്കാര്യത്തിൽ സാറ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരുന്ന പുരോഗതിയുടെ ഭാഗമായിട്ട്, അല്ലേ, അങ്ങനെ വന്ന ഒരു അംശമാണ് വൈദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് ആയുർവേദമായി തീരുന്നു. പക്ഷേ ഈ ഒരു പുരോഗതി ശരിക്കും നമുക്ക് എഴുതപ്പെട്ട ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, പലപ്പോഴും ആയുർവേദത്തിന് എഴുതപ്പെട്ട ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഒരു അക്കാഡമിയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കാണുന്ന ഒരു കാര്യം, ആയുർവേദത്തിൻ്റെ ചരിത്രം ആയുർവേദവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതായിട്ടാണ്. മുൻപൊക്കെ അതൊരു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ആയുർവേദത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പഠിക്കുമ്പോൾ ഇന്ന് സിലബസിൽ നിന്ന് പോലും അത് മാറി നിൽക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ്, പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒരു ജനത ആർജിച്ചെടുത്ത ഒരു സാംസ്കാരിക വേഗത്തിൻ്റെ ഭാഗമാണ് ആയുർവേദം എന്ന് പറയുമ്പോൾ, ആയുർവേദത്തിൻ്റെ എഴുതപ്പെട്ട ചരിത്രങ്ങൾ, ആ ചരിത്രം എത്രത്തോളം ഇന്നത്തെ തലമുറ